മഞ്ചേശ്വരത്ത് പക്ഷേ വേറൊരു ആശങ്ക കൂടിയുണ്ട് UDF സ്ഥാനാർത്ഥിക്ക്. എന്താണ് ആശങ്കയെന്നല്ലേ? SDP മത്സരിക്കും. SDP മത്സരിക്കുന്നതിൽ UDF ആശങ്കയിൽ. കാസർഗോഡ് ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ SDP വോട്ടുകൾ നിർണായകമാകും. ഇന്ന് SDP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നറിയുന്നു. മഞ്ചേശ്വരത്ത് 10,000-ഓളം വോട്ടുകൾ ഉണ്ടെന്നാണ് SDP-യുടെ അവകാശവാദം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDP UDF-നെ പിന്തുണച്ചിരുന്നു. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ ആകെ 863 വോട്ടിന് മറ്റോ ഭൂരിപക്ഷം അല്ല, അത് മഞ്ചേശ്വരത്ത് അവിടെ പാതൂരിൽ നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ BJP വിജയിക്കുമായിരുന്നു. പക്ഷേ പ്രശ്നം ഇപ്പോൾ കാസർഗോഡാണ് ഉള്ളത്. കാസർഗോഡ് LDF 3-ാം സ്ഥാനത്താണ്. പക്ഷെ അവിടെ മത്സരിക്കുന്ന കാസർഗോഡ് ഷാനവാസ് പാതൂര് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ UDF-ന് വലിയ ഒരു ടെൻഷനുണ്ട്. ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വരുന്നത് SDP മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ അത് തിരിച്ച് UDF-ന് ഷാനവാസ് പാതൂര് പോയതിൻ്റെ ഗുണമൊന്നും AKM അഷ്റഫിന് കിട്ടാൻ പോകുന്നില്ല എന്നാണ്. SDP വോട്ടുകൾ വളരെ നിർണായകമാണ്. ഇവിടെ 10,000-ഓളം വോട്ടുകളുണ്ട്. 850 വോട്ടുകൾ എന്ന് പറയുന്നാൽ ചെറുതല്ല. അപ്പോൾ ചെറിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് SDP വോട്ടുകൾ നിർണായകമാകുന്നത്? AKM അഷ്റഫിന് നെഞ്ചിടിപ്പേറുകയാണോ? അരുൺകുമാർ തീർച്ചയായും സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AKM അഷ്റഫ് K സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് കേവലം 855 വോട്ടുകൾക്കാണ്. അത്രത്തോളം ശക്തമായ മത്സരം നടക്കുമെന്ന് ഇത്തവണയും വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാഹചര്യം അവിടെയുണ്ട്. അവിടെ SDP വോട്ടുകൾ നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ SDP പറഞ്ഞത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് പൊതുസമ്മതനായിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവരെ പിന്തുണക്കും, മത്സരിക്കില്ല എന്നായിരുന്നു. ആ ഘട്ടത്തിൽ LDF സ്വതന്ത്രനായി ഷാനവാസ് പാതൂരിനെ പരിഗണിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയായിരുന്നു SDP-യുടെ ജില്ലാ നേതൃത്വം ആ പ്രതികരണം നടത്തിയത്. എന്നാൽ പിന്നീട് ഷാനവാസ് പാതൂർ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് LDF എത്തിയില്ല. മറ്റൊരു സ്ഥാനാർത്ഥിയാണ് CPI അവിടെ നിശ്ചയിക്കുകയും ചെയ്തത്. ഇതോടെയാണിപ്പോൾ SDP അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. നാളെ നാമനിർദ്ദേശ പത്രിക SDP നൽകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് നിർണായകമാകും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 7,000-ലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 10,000-ഓളം വോട്ടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ മഞ്ചേശ്വരത്ത്